ഇതാണ് ഞങ്ങളുടെ ബേസ് സൈറ്റ് ക്രോണോസെഫ്ലോ നെറ്റ്വർക്ക്. സോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു ലൈക് ക്യൂറേറ്റഡ് കണ്ടന്റ് പ്ലേസ് ആയിട്ടായിരുന്നു. സോ കോവിഡിനെ കുറിച്ചുള്ള റിലേറ്റഡ് കണ്ടന്റ്സ് WHO എന്നും പല സൈറ്റിൽ നിന്നുള്ളത് ക്യൂറേറ്റ് ചെയ്ത് ലോക്കൽ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഇതൊരു March 10th റേഞ്ചിലാണ് തുടങ്ങിയത്. സോ അങ്ങനെ ഞങ്ങളൊരു 7 ലാംഗ്വേജസിലേക്ക് ഫുൾ കണ്ടന്റ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിക്കലി ചെയ്തത് മൾട്ടിപ്പിൾ ടൂൾസ് ബിൽഡ് ചെയ്യുമായിരുന്നു. സോ ട്രാക്കിങ്ങിനും ടെലിമെഡിസിനും കെയർ ആംബുലൻസ് ഇങ്ങനത്തെ കുറെ സൊല്യൂഷൻസ്. സോ ഇതെല്ലാം ഓപ്പൺ സോഴ്സ് ആണ്. എല്ലാം GitHub/Corona Safe ഈ റെപ്പോസിറ്ററീസ് മൊത്തം കാണാം. ക്ലോസ് ടു ഒരു 62 പ്രോജക്ട്സ് ഉണ്ട് ഇതിനകത്ത് ഇപ്പൊ തന്നെ ഓപ്പൺ സോഴ്സ് ആയിട്ട്. ആൻഡ് ഓവർ 200 പീപ്പിൾ മൊത്തത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു 34+ ആൾക്കാർ ആക്റ്റീവായിട്ട് റെപ്പോസിറ്ററീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു ഹയർ ലെവൽ വ്യൂ ഓഫ് എൻ്റെ ഓപ്പൺ സോഴ്സ് നെറ്റ്വർക്ക്. ബേസിക്കലി ഇതിന്റെ കോർ സാധനം കെയർ എന്ന് പറയുന്ന സിസ്റ്റമാണ്. സോ കെയർ വാസ് ക്രിയേറ്റഡ് ടു മാനേജ് ദി ഹോസ്പിറ്റൽ കപ്പാസിറ്റി. അപ്പോൾ കപ്പാസിറ്റി ബാലൻസിങ്, ലോഡ് ബാലൻസിങ്ങിന് വേണ്ടി പ്രോപ്പറായിട്ട് എന്താണ് കറന്റ് കപ്പാസിറ്റി ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ് കെയർ. കെയറിന്റെ ഒരു ഡീറ്റെയിൽഡ് ഡെമോ തരാം. സോ ഇത് CoronaSafe.in എല്ലാം ഞങ്ങളുടെ സ്റ്റേജിങ് സിസ്റ്റംസ് ആണ്. അപ്പം സോ എല്ലാ ഡിസ്ട്രിക്റ്റിലുള്ള ഫെസിലിറ്റീസിനെ ഇന്റർലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് കെയർ. സോ ഇറ്റ്സ് ലൈക്ക് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ബട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് കണക്റ്റഡ് സിസ്റ്റം ആണ്. എല്ലാ ഹോസ്പിറ്റൽസിനും ഓരോ ലോഗിൻ ഉണ്ട്. അവർക്ക് അവരുടെ സ്വന്തം ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്യാം. ഫെസിലിറ്റിക്കകത്ത് അവരുടെ കപ്പാസിറ്റി എന്താന്ന് പറയാം. ലൈക്ക് അവർക്ക് എത്ര ബെഡ്സ് ഉണ്ട്, എത്ര ഹോസ്റ്റൽ ബെഡ്സ് ഉണ്ട്, എത്ര ICU ബെഡ്സ് ഉണ്ട്, എത്ര നോർമൽ ബെഡ്സ് ഉണ്ട്, വെന്റിലേറ്റേഴ്സ് ഉണ്ട്, അതിന്റെ എത്ര എണ്ണം കറന്റ്ലി യൂസ്ഡ് ആണ്, ഈ ഡീറ്റെയിൽസ് അവർക്ക് പറയാൻ പറ്റും. അതേപോലെ എത്ര ഡോക്ടേഴ്സ് ഉണ്ട് ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് ഹയർ ലെവൽ. ലൈക്ക് അവർക്ക് ഫെസിലിറ്റിയുടെ കപ്പാസിറ്റി ബേസിസിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവിടെ ട്രയാജിന് വരുന്ന ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. സോ ഒരു ഹോസ്പിറ്റലിൽ എത്ര പേഷ്യൻസ് വിസിറ്റ് ചെയ്തു, എത്ര പേരെ ഹോം ക്വാറന്റൈൻ അയച്ചു, എത്ര പേരെ ഐസൊലേഷനിൽ അയച്ചു, എത്ര പേരെ റെഫർ ചെയ്തു. പിന്നെ അവർക്ക് ഇതിൽ പേഷ്യന്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. സോ കോവിഡിന്റെ സസ്പെക്റ്റിനോ അല്ലെ ഒരു പേഷ്യന്റിനോ അവിടെ വരുവാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് സിസ്റ്റത്തിനകത്തേക്ക് എൻ്റർ ചെയ്യാം. സോ അവരുടെ ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് ബേസിക് ഹെൽത്ത് ഡീറ്റെയിൽസ് എല്ലാം ഈ ഫോം ക്യാപ്ചർ ചെയ്യും. ഇങ്ങനെ ഒരു പേഷ്യന്റിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്ത പേഷ്യൻസിനെ എല്ലാം ഡീറ്റെയിൽസ് കാണാൻ പറ്റും. സോ ഓരോ പേഷ്യന്റിനും കൺസൾട്ടേഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. സോ കൺസൾട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ ഓരോ ഫെസിലിറ്റിയിൽ ഒരു പേഷ്യന്റ് ഞങ്ങളുടെ സിസ്റ്റത്തിൽ യൂണീക്ക് ആണ്. സോ ഡ്യൂപ്ലിക്കേഷൻസ് അലോ ചെയ്യത്തില്ല. എപ്പോഴും ഫോൺ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് എല്ലാ പേഷ്യന്റിനെ യൂണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഒരു ഫെസിലിറ്റി വന്ന പേഷ്യന്റ് വേറൊരു ഫെസിലിറ്റി ചെല്ലുവാണെങ്കിൽ ഈ സെയിം ഡേറ്റ റെക്കോർഡ് അവിടെ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് ഈ ഫെസിലിറ്റിയിൽ ട്രാൻസ്ഫർ അലൗഡ് ആണ്. ഓരോ ഫെസിലിറ്റി ചെല്ലുന്ന പേഷ്യന്റ് റെക്കോർഡിലും ഞങ്ങളൊരു കൺസൾട്ടേഷൻസ് ആഡ് ചെയ്യും. സോ OP/കൺസൾട്ടേഷനിനകത്താണ് അവരുടെ സിംറ്റംസ് എന്തൊക്കെയാണ്, എന്താണ് ഹിസ്റ്ററി ഓഫ് ഇൽനസ്, എക്സാമിനേഷൻ ഡീറ്റെയിൽസ്, പ്രിസ്ക്രിപ്ഷൻ, ഏത് കാറ്റഗറി ഓഫ് പേഷ്യന്റ് ആണ്, എന്താണ് ഡിസിഷൻ, ഹോം ഐസൊലേഷൻ ആണോ, അഡ്മിഷൻ ആണ്, റെഫേർഡ് ടു അനദർ ഹോസ്പിറ്റൽ ആണോ, അഡ്മിറ്റഡ് ആക്കുവാണെങ്കിൽ എങ്ങോട്ടാണ് അഡ്മിറ്റ് ചെയ്യുന്നത്, ഐസൊലേഷൻ റൂമിലോട്ടാണോ, ICUലോട്ടാണോ, ICU വിത്ത് വെന്റിലേറ്ററിലോട്ടാണോ, എപ്പോഴാണ് അഡ്മിറ്റ് ചെയ്തത്, എപ്പോഴാണ് ഡിസ്ചാർജ്. സോ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം ക്യാപ്ചർ ചെയ്യും. പിന്നെ ഒരു ഉണ്ടാക്കിയ കൺസൾട്ടേഷനകത്ത് ഡെയിലി റൗണ്ട്സ് ആഡ് ചെയ്യാൻ പറ്റും. ടെമ്പറേച്ചർ എടുത്തിട്ടുണ്ടെങ്കിൽ എത്രയാണ്, ഒരു പ്രാവശ്യം ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ്, അതർ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കറന്റ്ലി പേഷ്യന്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്, ഏത് കാറ്റഗറിയാണ് ഇപ്പം, പിന്നെ ഇപ്പോൾ പേഷ്യന്റ് സ്റ്റാറ്റസ് ബെറ്റർ ആണോ വേഴ്സ് ആണോ, റിക്വയർസ് വെന്റിലേറ്റർ ആണോ, ഡിസ്ചാർജും റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ അതിന്റെ ഫ്ലോ. സോ പിന്നെയുള്ള ഓപ്ഷൻസ് ഈ ഡെയിലി റൗണ്ട്സും ഡേറ്റ മൊത്തം ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഒരു പേഷ്യന്റിന്റെ ഒരു ഫെസിലിറ്റിയിൽ വന്ന അഡ്മിഷന്റെ ഫുൾ ഡീറ്റെയിൽസ്. ഈ ഫുൾ സാധനം ഡിസ്ചാർജ് സമ്മറി അടിച്ച് മെയിൽ ID കൊടുക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു സമ്മറി ആയിട്ട് മെയിൽ ചെയ്ത് വരും. ആ സമ്മറി ആക്ച്വലി ഫെസിലിറ്റിയിൽ ഇരുന്ന് സാധാരണ ഡോക്ടേഴ്സ് എഴുതുന്ന സാധനം നമ്മൾ ഡിജിറ്റലൈസ് ചെയ്തു. പിന്നെ ഇതിനകത്ത് പറ്റുന്ന സാധനം പേഷ്യന്റിന്റെ സാമ്പിൾസ് ക്യാപ്ചർ ചെയ്യാം. സോ ഒരു പേഷ്യന്റിന്റെ സാമ്പിൾ റിക്വസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സാമ്പിൾ ആണ്, ICMRന്റെ ഏത് കാറ്റഗറിയിലുള്ള സാമ്പിൾ ആണ്, ലേബൽ എന്താണ്, ഏത് ഡോക്ടറാണ്, ഈ ഡീറ്റെയിൽസ് മൊത്തം ചെയ്യാം. സോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സാമ്പിൾസിന് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ICMRന്റെ റെഫറൽ ഫോം ജനറേറ്റ് ചെയ്യും. ഈ ഫോം ആക്ച്വലി പ്രിന്റ് ചെയ്ത് സാമ്പിളിന്റെ കൂടെ വെച്ച് അയച്ചാൽ മതി. സോ ഒരു പേഷ്യന്റിന് യൂഷ്വലി ഓൾട്ടർനേറ്റ് ഡേയ്സ്
സാമ്പിൾ അയക്കണം. ഒരു ഫെസിലിറ്റിയിൽ ഒരു 70 പേരൊക്കെ ഉള്ളപ്പോൾ ഇറ്റ്സ് എ പെയിൻ ടു ഡു ദിസ്. സോ അങ്ങനത്തെ സാധനങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാനാണ് ഈ സാമ്പിൾ സിസ്റ്റം ഉണ്ടാക്കിയത്. സോ ഇവിടെ ലാബ് അഡ്മിന് ലോഗിൻ ഉണ്ട്. ലാബ് അഡ്മിന് റിസൾട്ട് അഡ്മിറ്റ് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. ആൻഡ് ഡിസ്ട്രിക്ട് അഡ്മിന് ലോഗിൻ ഉണ്ട്. ഡിസ്ട്രിക്ട് അഡ്മിന് ഇതിന്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാം. ആൻഡ് ഇതാണ് ഒരു ഓവറോൾ ഒരു ഫെസിലിറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻസ്. പിന്നെ ഫെസിലിറ്റിക്ക് ചെയ്യാൻ പറ്റുന്നത് ഫെസിലിറ്റിയിലെ ഇൻവെന്ററി മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫെസിലിറ്റിയിൽ എത്ര PPE കിറ്റ് ഉണ്ട്, എത്ര IV ഫ്ലൂയിഡ് ഉണ്ട്, അങ്ങനത്തെ സാധനം മൊത്തവും ആഡ് ചെയ്യാൻ പറ്റും. അതിന്റെ മിനിമം ക്വാളിറ്റി സെറ്റ് ചെയ്യുവാണെങ്കിൽ തീരാറാവുമ്പോഴത്തേക്ക് അലേർട്ട് വരും. പിന്നെ ഇൻവെന്ററി ആയിട്ട് ഫുൾ സാധനം ആഡ് ചെയ്യാം. സോ ഒരു എന്തൊക്കെ വേണം, ലൈക്ക് എന്തൊക്കെ ഇൻവെന്ററി ഐറ്റംസ് ഉണ്ട്, അതിന്റെ എന്തൊക്കെ സ്റ്റോക്ക് വരുവാണോ, സ്റ്റോക്ക് യൂസ് ചെയ്യുവാണോ, അതിന്റെ ഏത് യൂണിറ്റിലുള്ള സാധനമാണ്, ഇങ്ങനത്തെ കുറെ ഓട്ടോമാറ്റിക് കൺവേർഷൻസും സാധനങ്ങളെല്ലാം ഈ ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യും. സോ ഇതാണ് ഒരു ഓവറോൾ സമ്മറി ഓഫ് വാട്ട് എ ഫെസിലിറ്റി ക്യാൻ ഡു വിത്ത് ദ സിസ്റ്റം. സോ ഈ ഫുൾ സാധനത്തിന്റെ ഇത് ഒരു ഫെസിലിറ്റി അഡ്മിനിസ്ട്രേറ്ററിനുള്ള വ്യൂ ആണ്. ഇതേപോലെ ഒരു ഡിസ്ട്രിക്ട് അഡ്മിൻ്റെ വ്യൂ ഉണ്ട്. സോ വേർ ഡിസ്ട്രിക്ട് അഡ്മിൻ ക്യാൻ സീ ഓൾ ദ ഫെസിലിറ്റീസ് ഓൺ ഡിസ്ട്രിക്ട്. സോ ഇപ്പൊ എറണാകുളത്താണെങ്കിൽ ഞാൻ ഓവറോൾ ഈ സിസ്റ്റം വെച്ച് നമ്മൾ KSTMA വഴി കേരളത്തിലുള്ള എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെയും മാപ്പ് ചെയ്തായിരുന്നു. സോ അപ്പൊ അതിന്റെ ഒരു ഓവറോൾ ഡാഷ്ബോർഡ് ആണ് ഇത്. ഇപ്പൊ കേരളത്തിൽ മൊത്തമുള്ള ബെഡ്സ് പ്രൈവറ്റിൽ എത്രയാണ്, ICU എത്രയാണ്, വെന്റിലേറ്റർ എത്രയാണ്, അത് ബൈ ഈച്ച് ഡിസ്ട്രിക്ട് എത്രയാണ് കൗണ്ട്, നോർമൽ ബെഡ്സ് ഓരോ ഡിസ്ട്രിക്റ്റിൽ എന്താണ് കൗണ്ട്, ICU എന്താണ് കൗണ്ട്, വെന്റിലേറ്റർ എന്താണ്. സോ എറണാകുളം ഡാഷ്ബോർഡ്. സോ ഇത് നമ്മൾ ലൈക്ക് ഓവറോൾ കേരള ക്യാപ്ചർ ചെയ്തു. പക്ഷെ അന്നേരം ചേട്ടൻ DPM എറണാകുളത്തിന്റെ ഇൻഫർമേഷൻ, പുള്ളിയുടെ സജഷൻ ഇതുകൊണ്ട് കാര്യമില്ല, എത്ര ബെഡ്സ് ആക്ച്വലി ഓക്യുപ്പൈഡ് ആണെന്ന് ക്യാപ്ചർ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അങ്ങനെയാണ് നമ്മൾ കുറച്ചുകൂടെ ഡെപ്തിൽ സിസ്റ്റം ബിൽഡ് ചെയ്തത്. സോ അങ്ങനെ വന്നപ്പോഴാണ് ബേസിക്കലി എറണാകുളത്ത് എത്ര ആശുപത്രി ഉണ്ട്, അതിൽ ഇപ്പം എത്ര ബെഡ് ഉണ്ട്, എത്ര ബെഡ്സ് ഓക്യുപ്പൈഡ് ആണ്, എത്ര ICU ഉണ്ട്, അതിൽ എത്ര ഓക്യുപ്പൈഡ് ആണ്, എത്ര വെന്റിലേറ്റർ ഉണ്ട്, എത്ര വെന്റിലേറ്റർ ഓക്യുപ്പൈഡ് ആണ്, ഈ ഡേറ്റ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സോ ഇപ്പം ഇതിന്റെ ലാസ്റ്റ് അപ്ഡേറ്റഡ് നോക്കുവാണെങ്കിൽ അത് ജൂലൈ 6, 10:56 അപ്ഡേറ്റ് ആയത്. ലൈക്ക് ഒരു 30 മിനിറ്റ്സ് മുന്നേ ആണ് ഇതിലെ ലാസ്റ്റ് അപ്ഡേറ്റ് വന്നത്. അത് സ്പ്ലിറ്റ് ചെയ്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്ര റൂം ഉണ്ട്, പബ്ലിക്കിൽ എത്ര റൂം ഉണ്ട്, എത്ര വെന്റിലേറ്റർ ഉണ്ട്, അതിൽ എത്ര ഓക്യുപ്പൈഡ് ആണ്, ഈ സ്പ്ലിറ്റ്സ് മൊത്തം കാണിക്കാൻ പറ്റും. സോ ഈ ഡേറ്റ അക്രോസ് ദ സ്റ്റേറ്റ് എല്ലായിടത്തും ലൈക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു അഡ്വാൻറ്റേജ് ഓഫ് ദി കോർ സിസ്റ്റം. വേറെ ഡാഷ്ബോർഡ്സ് നോക്കുവാണെങ്കിൽ എറണാകുളത്തെ കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സമ്മറി എന്താണെന്ന് കാണിക്കാൻ പറ്റും. സോ എത്ര ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, എത്ര പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, എത്ര താലൂക്ക് ഹെഡ്ക്വാർട്ടർ ഹോസ്പിറ്റൽസ് ഉണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, ജനറൽ ഹോസ്പിറ്റൽസ് ഉണ്ട്. ഈ ഡീറ്റെയിൽസ് മൊത്തം ഒറ്റയടിക്ക് ഒരു ഡിസ്ട്രിക്റ്റിന്റെ സമ്മറി ആയിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ പേഷ്യന്റിന്റെ ഡേറ്റയും എത്ര പേഷ്യൻസ് ഉണ്ട്, സാമ്പിൾസ് കാണാൻ പറ്റും. അതിന്റെ വേറൊരു വ്യൂ ആണ് ഇവിടെ ഉള്ളത്. സോ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ എത്ര വെന്റിലേറ്റേഴ്സ് ഇപ്പം കറന്റ് ഓക്യുപ്പൈഡ് ആണ്, എത്ര പെർസെന്റേജ് ഓഫ് ICU ഓക്യുപ്പൈഡ് ആണ്, എത്ര പെർസെന്റേജ് ഓഫ് റൂംസ് ഓക്യുപ്പൈഡ് ആണ്, അതിന്റെ സ്പ്ലിറ്റും കാണാം. അതേപോലെ അത് ഹോസ്പിറ്റൽസ് എവിടേക്കാണുള്ളത്, ഏതൊക്കെ ഹോസ്പിറ്റലാണ്, ഇൻഡിവിജ്വലി ഓരോ ഹോസ്പിറ്റലിലെയും സ്റ്റാറ്റ്സ് എന്താണെന്ന് അറിയാൻ പറ്റും. പിന്നുള്ള സാധനമാണ് സ്റ്റേറ്റ് ലെവൽ കപ്പാസിറ്റി മാപ്പ്. ഇപ്പൊ ഇതില് ഈ റെഡ് കാണുന്ന ഹോസ്പിറ്റൽസ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അറിയാൻ പറ്റും അവിടുത്തെ കപ്പാസിറ്റി ആക്ച്വലി തീർന്നുകൊണ്ടിരിക്കും. ഇപ്പൊ വെന്റിലേറ്റേഴ്സിന് ആലോചിക്കുകയാണെങ്കിൽ വെന്റിലേറ്റേഴ്സ് നോക്കുമ്പോൾ അതിനനുസരിച്ചാണ് കളേഴ്സ് വരുന്നത്. സോ എത്ര യൂസ്ഡ് ആണ്. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഫിൽറ്റർ മാറ്റാൻ പറ്റും. ICUs എവിടെയാണ് യൂസ്ഡ്, അതിന്റെ കപ്പാസിറ്റി എന്താണ് എന്നുള്ള ഡേറ്റ മൊത്തം. സോ ഇത് ഓവറോൾ സ്റ്റേറ്റിലുള്ള എല്ലാ ഹോസ്പിറ്റൽസും എവിടെയാണ് ഇരിക്കുന്നത് അത് മൊത്തം മാപ്പ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് അപ്ഡേറ്റഡ് 24 hours മുന്നിലുള്ള ഹോസ്പിറ്റൽസിന് മാത്രമേ കളർ വരത്തുള്ളൂ, ബാക്കിയെല്ലാം ഗ്രേഡ് ഔട്ട് ആയിരിക്കും. പിന്നെ ഉണ്ടാക്കിയ സാധനമാണ് ഹോട്ട്സ്പോട്ട് മാപ്പ്. കേരളത്തിലുള്ള ഹോട്ട്സ്പോട്ട്സ് എവിടെയാണ്, കണ്ടെയ്ൻമെന്റ് സോൺസ് എവിടെയാണ്, ഈ ഡേറ്റ മൊത്തം ഇവിടെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. സോ ഓരോ സ്ഥലത്തെയും കണ്ടെയ്ൻമെന്റ് സോൺസും അത് 3D മാപ്ഡ് ആണ്. അത് 2D വ്യൂവിലും ആക്സസ് ചെയ്യാൻ പറ്റും. പഞ്ചായത്ത് വൈസ് കണ്ടെയ്ൻമെന്റ് സോണിന്റെ ബൗണ്ടറീസ് ഓട്ടോമേറ്റ് ചെയ്തു. ഇതേപോലെ സ്റ്റാറ്റ്സിൽ നോക്കുവാണെങ്കിൽ ആക്റ്റീവ് കേസസ് എവിടെയാണ്, ഡെത്ത് എവിടെയാണുള്ളത് കൂടുതൽ, റിക്കവേർഡ് എവിടെയാണ്, കൺഫേം കേസസ് എവിടെയാണ്,
ഇങ്ങനത്തെ ഡേറ്റ വിഷ്വലൈസേഷൻസ് കുറെ പോസിബിൾ ആണ്. സോ ഇപ്പൊ കാണുന്നത് ഇത് കേരളത്തിലെ ഹോസ്പിറ്റൽസിൽ ICUവിന്റെ കപ്പാസിറ്റി കൗണ്ടാണ്. ഇപ്പം നോക്കുവാണെങ്കിൽ ഈ ബാർസ് കാണാം, റെഡ് ഉള്ളതിന്റെ കപ്പാസിറ്റി തീർന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതേ സെയിം സാധനത്തിന്റെ മുകളിലേക്ക് നമുക്ക് ഹോട്ട്സ്പോട്ട്സിനെ എനേബിൾ ചെയ്യാൻ പറ്റും. സോ ഇതിപ്പോ ലെയേർഡ് മാപ്പായി. ഇപ്പം ഒരു കണ്ടെയ്ൻമെന്റ് സോണിലുള്ള ഹോസ്പിറ്റലിന്റെ കറന്റ് കപ്പാസിറ്റി എന്താണ് എന്ന് ഒറ്റയടിക്ക് മനസ്സിലാവും. സോ ഇങ്ങനത്തെ വിഷ്വലൈസേഷൻസ് ഓഫ് എൻ്റയർ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് എവിടെ സൂം ചെയ്ത് നോക്കിയാലും ഓരോ കണ്ടെയ്ൻമെന്റ് സോണിലും എത്ര ഹോസ്പിറ്റൽസ് ഉണ്ട്, അത് എവിടേക്കാണുള്ളത്, അതിന്റെ ഇപ്പോഴത്തെ കറന്റ് കപ്പാസിറ്റി സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാവും. ഇങ്ങനത്തെ കുറെ ഡേറ്റ പോയിന്റേഴ്സ് ആണ് ബേസിക്കലി കെയർ സിസ്റ്റംസ് ക്യാപ്ചർ ചെയ്യുന്നത്. ഇതുപോലെ ഇൻഡെപ്തി പോകാൻ വേണ്ടി കുറെ സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് ട്രാക്കിംഗ് ഉണ്ട്, ടെലിമെഡിസിൻ ഉണ്ട്. ടെലിമെഡിസിൻ എറണാകുളത്ത് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ആംബുലൻസ് ഉണ്ട്. ആംബുലൻസ് ഒരു ഊബർ ലൈക്ക് സിസ്റ്റമാണ്. ബേസിക്കലി എത്ര ആംബുലൻസ് ഒരു ഡിസ്ട്രിക്റ്റിൽ എവിടെയാണ് നിൽക്കുന്നത് അതിനെ ഒരു അസറ്റിനെ ഡിപ്ലോയ് ചെയ്യുന്ന പോലെ, ലൈക്ക് യു ക്യാൻ ഡിപ്ലോയ് എനി ആംബുലൻസ് ഫ്രം എനി പോയിന്റ് ടു എനി പോയിന്റ്. അത് ആംബുലൻസ് മാത്രമല്ല, ഇതേ സെയിം സിസ്റ്റത്തിൽ കൂടെ നമുക്ക് ടെലിമെഡിസിൻ മാനേജ് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്നുള്ള ഫുഡ് ഡെലിവറി മാനേജ് ചെയ്യാൻ പറ്റും. സോ ഇത് ലോജിസ്റ്റിക്സ് നെറ്റ്വർക്ക് ആയിട്ടാണ് എൻ്റെ ബിൽഡ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനൊരു ആപ്പ് ഉണ്ട്. ആപ്പ് കേരള സൂപ്പർ ഹീറോ ആപ്പ് എന്നാണ് അതിനെ വിളിക്കുന്നത്. പ്ലേ സ്റ്റോറിൽ KSITയത്തിന്റെ അക്കൗണ്ടിലാണ് പബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. സോ അത് ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ ഇതിലേക്ക് ആ ആപ്പാണ് ബേസിക്കലി ലൊക്കേഷൻ ഡേറ്റ എൻ്റെ സിസ്റ്റത്തിലേക്ക് ഡെലിവർ ചെയ്യുന്നത്. സോ ഇതിലെ മെയിൻ ഫീച്ചേഴ്സ് ബേസിക്കലി ഒരു ലൊക്കേഷനിലേക്ക് മൾട്ടിപ്പിൾ ആംബുലൻസസിനെ ഡിപ്ലോയ് ചെയ്യാം, ആൻഡ് മൾട്ടി പോയിന്റ് പിക്കപ്പ് ആൻഡ് ഡെലിവറി സപ്പോർട്ട് ചെയ്യും. ഇപ്പം മെഡിസിൻസ് ആണെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് A to B പോയി, B C പോയി, C തിരിച്ചേ വരുന്ന രീതിയിൽ നമുക്ക് ലൊക്കേഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം റിക്വസ്റ്റ് എടുക്കുവാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ്, അത് ഏതാ ടൈപ്പ് ഓഫ് ആംബുലൻസിന് മെസ്സേജ് പോകണമെന്ന് പറയാം. ഡബിൾ ചേംബർ ആണോ, ക്രിട്ടിക്കൽ കെയർ ആണോ, ടാക്സി ആണോ, ഓട്ടോറിക്ഷ ആണോ, അതിന് എത്ര യൂണിറ്റ്സ് വേണമെന്ന് പറയാം, പിക്കപ്പ് ലൊക്കേഷൻ പറയാം, ഡെസ്റ്റിനേഷൻ അഡ്രസ് പറയാം, എത്ര റേഡിയസിലുള്ള ആൾക്കാർക്ക് മെസ്സേജ് പോകണം. ആൻഡ് അൽഗോരിതം ഓട്ടോമാറ്റിക്കലി ഏറ്റവും നിയറസ്റ്റ് ആൾക്ക് ആണ് റിക്വസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ആംബുലൻസസിന്റെ മൊത്തം കാണാം, വിത്ത് അവരുടെ കോൺടാക്ട് നമ്പർ കാണാം, റിക്വസ്റ്റ് അയച്ചിട്ടുള്ളതും എക്സ്പയർഡ് ആയിട്ടുള്ള റിക്വസ്റ്റും മൊത്തവും ഈ സിസ്റ്റത്തിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ ഉള്ളത് ഹൗ ടു സെറ്റപ്പ് FLTC. സോ അതിന്റെ എൻ്റയർ എങ്ങനെ കോവിഡിനെ മാനേജ് ചെയ്യാന്നുള്ള ഒരു ഫുൾ ഗൈഡ് ഉണ്ട്. അത് ഫുൾ ഇവിടെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സിസ്റ്റംസും അതിന്റെ ഡിസൈൻ ഡോക്യുമെന്റ്സിന്റെ ഐഡിയ വന്നതിന്റെയും ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. ലൈക്ക് എങ്ങനെയാണ് വേൾഡ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്, ടെലിമെഡിസിൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ എല്ലാത്തിനെയും കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ ക്യാപ്ചർ ചെയ്തേക്കുന്നത് ഇവിടെയുണ്ട്. ആൻഡ് റിലേറ്റഡ് ഗവൺമെന്റ് ജിയോസ് ആൻഡ് സർക്കുലേഴ്സ് ഈ ലിങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയ സാധനമാണ് സ്റ്റേ ട്രക്സ്. സോ ട്രക്സ് ബേസിക്കലി എത്ര ട്രക്സ് ഒരു ഡിസ്ട്രിക്റ്റിൽ വന്നു, എത്ര ട്രക്സ് ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് പോയി, അതിന്റെ ഒരു ലോഗാണ്. സോ ഒരു ട്രക്ക് ഒരു പോയിന്റിൽ കയറി കഴിഞ്ഞാൽ അതിനെ യുണീക്ക് ആയിട്ട് നമ്പർ വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഒരു പോയിന്റിൽ എപ്പോൾ കയറി, ഏത് പോയിന്റിൽ നിന്ന് എക്സിറ്റ് ചെയ്തു, ആൻഡ് ഓരോ ലൊക്കേഷൻസിൽ എത്ര ട്രക്സ് കയറി, എത്ര എണ്ണം എക്സിറ്റ് ചെയ്തു എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. പിന്നെ ക്വാറന്റൈൻ സ്റ്റേ. സോ ഇത് ക്വാറന്റൈൻ ആയിട്ടുള്ള ആൾക്കാർക്ക് താമസിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ചെയ്യാനുള്ള ലൊക്കേഷൻസിന്റെ ഒരു സിസ്റ്റമാണ്. സോ ഒരു OO ഫോർ മാനേജിങ് ക്വാറന്റൈൻ സ്റ്റേസ്. സോ യു ക്യാൻ ലിസ്റ്റ് ഫെസിലിറ്റീസ്, ബുക്ക് അപ്പോയിന്റ്മെന്റ്സ്, ലൈക്ക് ഓരോ റൂമും ബുക്ക് ചെയ്യാം, അതിന്റെ സമ്മറി, എത്ര പേര് ഒരു ഫെസിലിറ്റിയിലുണ്ട്. സോ ഇങ്ങനത്തെ സ്റ്റാറ്റ്സ് മൊത്തം ഒരു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ആയുരക്ഷ, ഇതൊരു ഹോസ്പിറ്റൽ ലൈക്ക് എയർപോർട്ടിന്റെ കോൺടാക്ട്ലെസ് മാനേജ്മെന്റ് സൊല്യൂഷൻ ആയിട്ട് ഉണ്ടാക്കിയതാണ്. വേറെ ഉള്ളത് നോളജ് ആണ്. സോ ബേസിക്കലി ഓൾ കോഴ്സസ് റിലേറ്റഡ് ടു ഹൗ ടു മാനേജ് കോവിഡ് ആൻഡ് ഡിസ്ട്രിക്റ്റിന്റെ എന്താണ് എമർജൻസി പ്ലാൻ, ഇതെല്ലാം ഒരു LMS കോഴ്സ് ആയിട്ട് ഡിപ്ലോയ് ചെയ്തേക്കാണ്. ആൻഡ് കെയർ സിസ്റ്റംസ് 101, കെയർ സിസ്റ്റം എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. എന്താണ് കമ്മ്യൂണിറ്റി എമർജൻസി റെസ്പോൺസ് പ്ലാൻ, അതിന്റെ ഡീറ്റെയിൽസ്. ഇതെല്ലാം ഷോർട്ട് കോഴ്സസ് ആണ് ഫോർ പീപ്പിൾ ടു ടേക്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ് എന്താണ് എൻ്റെ സിസ്റ്റം എന്നുള്ളത്. പിന്നെ ഇന്ത്യ മാപ്പ്, കേരള മാപ്പ്, ഹോട്ട്സ്പോട്ട് മാപ്പാണ് ഞാൻ നേരത്തെ കാണിച്ചത്. നമുക്ക് സ്വന്തമായി ഒരു ഓൺലൈൻ പാസ് ഇഷ്യൂവൽ സിസ്റ്റം ഉണ്ട്. പിന്നെ വോളണ്ടിയർ കോൾസ് വിളിക്കാനായിട്ട് ഒരു വോളണ്ടിയർ മാനേജ്മെന്റ് സിസ്റ്റം. സോ
വോളണ്ടിയർ കോൾസ് എല്ലാം ലിസ്റ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. എത്ര വോളണ്ടിയർ കോൾസ് ഇത് മൊത്തത്തിൽ വിളിച്ചിട്ടുണ്ട് അതിന്റെ മൊത്തം ഡീറ്റെയിൽസ്. പാസ് റിക്വസ്റ്റ് ചെയ്യാനും അത് അപ്രൂവ് ചെയ്യാനുമുള്ള ഒരു ഫുൾ സിസ്റ്റം. കേരളത്തിലെ എന്താണ് പ്രസന്റ് കണ്ടീഷൻ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാപ്പ്, എവിടേക്കാണ് ഹോട്ട്സ്പോട്ട്സ്, ഏതൊക്കെയാണ് സോൺസ്, ആ സോൺസിലുള്ള കണ്ടെയ്ൻമെന്റ് സോൺസ് ഏതൊക്കെയാണ്, ആ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഓരോ ഡിസ്ട്രിക്റ്റിൽ എത്ര ഹോട്ട്സ്പോട്ട്സ് ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസും എല്ലാം കിട്ടും. ഇതാണൊരു ഓവറോൾ സമ്മറി. പിന്നെ ഒരു ഇന്ത്യ മാപ്പ് ഉണ്ട്. സോ ബേസിക്കലി ഇന്ത്യയിലെ ആൻഡ് ഓവറോൾ വേൾഡ് എന്താണ് കോവിഡ് സിറ്റുവേഷൻ. സോ വൾനറബിലിറ്റി അസസ്മെന്റ് റിപ്പോർട്ട് നമ്മൾ നടത്തിയത് ഒരു ഫസ്റ്റ് ഫേസ് ഓഫ് ഡെവലപ്മെന്റ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. സോ സെക്യൂരിറ്റി ഓഡിറ്റ് നടത്താൻ വേണ്ടി ലൂസിഡസ് എന്ന് പറഞ്ഞ സൈബർ സെക്യൂരിറ്റി കമ്പനിനെ കോൺടാക്ട് ചെയ്തു. സോ അവരാണ് നമുക്ക് ചെയ്തു തന്നത്. സോ അവർ ഇനീഷ്യലി ഐഡന്റിഫൈ ചെയ്ത സാധനങ്ങളായിരുന്നു ഈ 12 എണ്ണം, ഈ ഇൻസെക്യൂർ കോൺഫിഗറേഷൻ ആൻഡ് ഈ ഡീറ്റെയിൽസ്. സോ അതിൽ അവർ ഫസ്റ്റ് പ്രൈവറ്റ് റിപ്പോർട്ട് വന്നു. ആ പ്രൈവറ്റ് റിപ്പോർട്ടിന്റെ ബേസിസിൽ നമ്മൾ അത് ഫിക്സ് ചെയ്തു. ആ ഫിക്സ് ചെയ്ത സാധനങ്ങളാണ് ക്ലോസ്ഡ് ആയിട്ട് കാണുന്നത്. ആൻഡ് ആ 5ഉം 10ഉം വി ഡിസൈഡഡ് നോട്ട് ടു ഡു ഇറ്റ് ബിക്കോസ് അത് നമുക്ക് ആപ്ലിക്കബിൾ അല്ല. സോ വി ഡിസൈഡഡ് നോട്ട് ടു ഡു ഇറ്റ്. ഇൻസെക്യൂർ സെഷൻ മാനേജ്മെന്റ് അതൊരു കുക്കി വെക്കുന്ന സാധനമാണ്. പക്ഷെ അത് ഞങ്ങളുടെ ക്ലൗഡ് ഫ്ലെയറിന്റെ വാഫ് വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾ ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹെഡർ ജംഗ്ഷനും ഓഫ് ഡിസേബിൾ ചെയ്യും. സോ അത് രണ്ടും ചെയ്തിട്ടില്ല. പിന്നെ ഇത് മുസ്ലിയുടെ സെക്യൂരിറ്റി ഒബ്സർവേറ്ററി എന്നുള്ള റിപ്പോർട്ടാണ്. ഇത് ഡിജിറ്റൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആണ്. ഇതൊരു SSL സെക്യൂരിറ്റിയുടെ ഡീറ്റെയിൽസും എല്ലാ ഗൈഡ് ലൈൻസും ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിന്റെ ഒരു ടെസ്റ്റ് ഇതുമാണ്. സോ ഇതിന്റെ എല്ലാം ലിങ്ക്സ് ഉണ്ട്, വിസിറ്റ് ചെയ്താൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. സോ ആ റിപ്പോർട്ടിന്റെ ഏറ്റവും എൻഡിൽ ചെല്ലുമ്പോൾ ബേസിക്കലി സെക്കൻഡ് ലാസ്റ്റ് പേജിലാണ് അതിന്റെ കറന്റ് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് അവരെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. എന്റെ സ്ക്രീനിൽ കാണാൻ പറ്റും. സോ അതൊരു വലിയ റിപ്പോർട്ടാണ്. സോ അതിന്റെ റീവാലിഡേഷൻ സ്റ്റാറ്റസ് ആണ് സെക്കൻഡ് ലാസ്റ്റ് പേജ് 39th പേജിലുള്ളത്. ഓക്കെ, സോ ഇതാണ് കുബർനെറ്റിക്സിന്റെ ക്ലസ്റ്റർ. സോ നമുക്ക് ഈ ഫസ്റ്റ് 2 എണ്ണം കാണുന്നതാണ് നമ്മുടെ ജാങ്കോയുടെ ബാക്ക് ആൻഡ് പോഡ്. സോ ഇൻ ടേംസ് ഓഫ് കുബർനെറ്റിക്സ് എവരി കണ്ടെയ്നർ വി കോൾ ഇറ്റ് എ പോഡ്. സോ ഈ ആദ്യത്തെ 2 പോഡ് എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് ആൻഡ് പോഡാണ്. പിന്നെയുള്ളത് ഇതാണ് നമ്മുടെ സ്റ്റേജിങ്ങിന്റെ പോഡ്. ഓക്കെ, നമ്മൾ സ്റ്റേജിങ് നമ്മൾ കുബർനെറ്റിക്സ് തന്നെ ചെയ്തേക്കുന്നത്. കാരണം നമ്മുടെ സോഫ്റ്റ്വെയർ ഡിപ്പെൻഡൻസി നമുക്ക് ചെക്ക് ചെയ്യാൻ നമുക്ക് പോഡ് തന്നെ ചെയ്യേണ്ടി വരും. പിന്നെയുള്ളത് നമുക്ക് ഫ്രണ്ട് എൻഡിന്റെ 2 പോഡാണ്, ഈ കാണുന്ന 2 പോഡ്. പിന്നെയുള്ളത് സ്റ്റേജിങ്ങിന്റെ ഒരു പോഡ്, പിന്നെ 2 എൻജിനെക്സിന്റെ പോഡ്. ഓക്കെ, അപ്പം റിക്വസ്റ്റ് എന്ത് വന്നാലും അത് നമ്മുടെ എൻജിനെക്സ് വഴിയാണ് ബാക്കിലേക്ക് വരുള്ളൂ. പിന്നെ നമ്മൾ എക്സ്റ്റേണൽ എക്സ്പോഷർ ഒന്നുമില്ല, ഈ പോർട്സിനൊന്നും എക്സ്റ്റേണൽ പബ്ലിക് IP ഇല്ല. ഇറ്റ്സ് ഓൺലി നമുക്ക് 2 ലോഡ് ബാലൻസർ ഉണ്ട്. അപ്പൊ ആ LBയുടെ IP വെച്ചാണ് ഇതിനെ റൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു നമ്മൾ ഫീച്ചർ ചെയ്തേക്കുന്ന നമ്മുടെ ഒറിജിനൽ IP നമ്മൾ മാസ്ക് ചെയ്തേക്കുവാണ്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ care.coronasafe.network എടുത്തു കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്കിന്റെ സാധനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാണിക്കാൻ പോകുന്നത് ഓക്കെ, സോ ഇതിൽ ഈ കാണുന്ന ഈ ഇവിടെ IP വരുന്ന IP നമ്മുടെ ഒറിജിനൽ IP അല്ല. ക്ലിയർ മൈ ക്യാഷ് 1 minute. ഓക്കെ, സോ ഇവിടെ കാണുന്ന ഈ 10.104.22.22.228 എന്ന് പറഞ്ഞ IP നമ്മുടെ IP അല്ല. സോ വി ആർ ഹാവിങ് എ റിവേഴ്സ് പ്രോക്സി. നമ്മുടെ എന്ത് റിക്വസ്റ്റ് വന്നാലും അത് റിവേഴ്സ് പ്രോക്സി വഴി കയറിയിട്ടാണ് നമ്മുടെ എൻജിനെക്സിന്റെ പോഡ് ഹിറ്റ്. സോ നമ്മുടെ ഒറിജിനൽ IP ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ചെയ്തേക്കുന്ന വേറൊരു സെക്യൂരിറ്റി ഫീച്ചർ ആണ് കണ്ടന്റ് സെക്യൂരിറ്റി പോളിസി. നമ്മൾ ഒത്തിരി എക്സ്റ്റെൻസീവ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സോ വാട്ട് ഇറ്റ് ഡസ് ഇസ് നമ്മൾ സ്ക്രിപ്റ്റ് സോഴ്സ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ സ്റ്റൈൽ സോഴ്സ്, ഫോൺ സോഴ്സ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് നോബഡി ക്യാൻ ഇമിറ്റേറ്റ് എനിത്തിങ് ആൻഡ് ലൈക്ക് ഡു സം ഇൻജെക്ഷൻ. വേറൊരു സൈറ്റിൽ പോയി ഇൻജെക്ട് ചെയ്ത് നമ്മുടെ സ്ക്രിപ്റ്റിൽ ഇൻജെക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളതിനെ ഹാഷ് വെച്ചിട്ട് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കൊടുത്തേക്കുന്ന വെച്ചാൽ നമ്മുടെ CDN നിന്ന് മാത്രമാണ് JS ലോഡ് ചെയ്യാവുള്ളൂ. നമ്മൾ കൊടുത്തേക്കുന്ന ഈ ഒരു ഫയൽ മാത്രമാണ് എക്സ്റ്റേണൽ ബ്രൗസറിന് ലോഡ് ചെയ്യാവുള്ളൂ. നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് CSP പോളിസി എഴുതി വെച്ചിട്ടുണ്ട്. സോ അതാണ് അതിന്റെ ഒരു സംഭവം. പിന്നെ ഇത് PW ആക്കിയിട്ടുണ്ട് നമ്മൾ. സോ ഇറ്റ് വിൽ വർക്ക് ആസ് എ സ്റ്റാൻഡ് അലോൺ ആപ്പ്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ .in എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ സെയിം
കോർ റൂൾസിലാണ് നമ്മൾ അതിൽ ഫോളോ ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തേക്കുന്ന എല്ലാ സെക്യൂരിറ്റി ഫീച്ചറും നമ്മളിപ്പം സ്റ്റേജിങ്ങിലും ചെയ്തിട്ടുണ്ട്, സോ ദാറ്റ് വി ക്യാൻ ടെസ്റ്റ് ഇറ്റ്. അപ്പം നമ്മൾ സ്റ്റേജിങ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേജിങ്ങിലും ക്ലിയർ മൈ ക്യാഷ് 1 minute. ഓക്കെ, സോ അവിടെയും നമുക്കൊരു റാൻഡം ആയിട്ട് IP അഡ്രസ് കിട്ടും, ബട്ട് ജസ്റ്റ് ലൈക്ക് മാസ്ക് ടൈപ്പിംഗ്. സോ ഇങ്ങനെ IP അഡ്രസ് ഇല്ല, സോ ദാറ്റ് ഈസ് ഡെസിഗ്നേറ്റഡ് ടു അവർ. സോ ഇറ്റ്സ് എ റാൻഡം. ക്ലൗഡ്ഫ്ലെയറിന്റെ IP ആണ്, നമുക്ക് അവർ റാൻഡം ആയിട്ട് നമുക്ക് IP അഡ്രസ് വരും, നമ്മൾ അതാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, ഈ സെയിം CSP പോളിസി നമ്മൾ ഫ്രണ്ട് എൻഡും എലിമെന്റ്സ് നമ്മൾ ഇതിനും എനേബിൾ ചെയ്തിട്ടുണ്ട്, സോ ദാറ്റ് നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ എന്തെങ്കിലും ഒരു പോളിസി വയലേഷൻ വന്നാൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ബ്രൗസേഴ്സും ആന്റിവൈറസുകളുമാണ് അവരുടെ കസ്റ്റം കോഡ്സ് ഇൻജെക്ട് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ അത് ബ്ലോക്കിങ് നമുക്ക് അപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ വരും, നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ റൂൾ സെറ്റ് റീകോൺഫിഗർ ചെയ്യുന്നുണ്ട്. സോ ഐ വിൽ ഓൾസോ ഷോ ദാറ്റ് മോണിറ്ററിംഗ് സിസ്റ്റം. സോ ഇതാണ് നമ്മുടെ ലൈക്ക് ദിസ് ഈസ് വെരി മോണിറ്റർ ദ ആപ്ലിക്കേഷൻ പെർഫോമൻസ്. നമുക്കിവിടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യാം, എന്തൊരു ത്രൂപുട്ട് ഉണ്ട്, ആപ്ഡെക്സ് സ്കോർ മോണിറ്ററിംഗ് ഉണ്ട്, ഇപ്പൊ ഏത് ബാക്ക് എൻഡ് APIയിലേക്കാണ് കൂടുതൽ ഹിറ്റ് വരുന്നത്, സോ അത്ര ടൈം എടുക്കുന്നുണ്ട് ആ ഹിറ്റിന്റെ ഇത്. പിന്നെ എറർ റേറ്റ് കാണാൻ പറ്റും. സോ ഈ എറർ റേറ്റ് പറയുന്നത് ഇത് ഈ നമ്മൾ ഓക്കെ, സോ ഈ എറർ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം 3.8% ഉള്ളൂ. ഇത് മെയിൻലി നമ്മുടെ സെഷൻ ടെർമിനേറ്റ് ആയിട്ട് അത് റീഹിറ്റ് ചെയ്യാൻ നോക്കുന്നതാണ്. സോ ഇത് നമുക്ക് പറയേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ട്രേസിംഗ് എന്ന കുറെ സംഭവങ്ങൾ നമ്മളടുത്ത് എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാവുന്നത് എങ്ങനെയൊക്കെ ഹിറ്റ് പോയിട്ടുണ്ട്, അപ്പൊ അത് എവിടെയൊക്കെ. ഐ ലീവ് ഇറ്റ് അറ്റ് ദാറ്റ്. ഐ give you guys an account like to monitor if you want, so that you can also access this page. സോ ഇതും നമുക്കൊരു ഓപ്പൺ സോഴ്സ് ലൈസൻസ് കിട്ടുകയാണ് ന്യൂറലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ. സോ ഇതാണ് കുബർനെറ്റിക്സിന്റെ ഒരു ക്ലസ്റ്ററിന്റെ ഒരു മോണിറ്ററിംഗ് ഓവർവ്യൂ. നമുക്ക് അതിന്റെ ക്ലസ്റ്ററിന്റെ കാണാൻ പറ്റും. ഏതെങ്കിലും ക്ലസ്റ്ററിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ മോണിറ്റർ ചെയ്യാൻ പറ്റും, നമുക്ക് കൺസോൾ പോകേണ്ട ആവശ്യമില്ല. സെയിം ഗോസ് ഫോർ ലൈക്ക് ഓൾ ദ ക്ലസ്റ്റേഴ്സ്. എല്ലാ ക്ലസ്റ്ററും ഇവിടെ നിന്ന് തന്നെ മോണിറ്റർ ചെയ്യാം. നമുക്ക് സ്ലാക്ക് ഉണ്ട്, നമ്മൾ സ്ലാക്കിലേക്ക് ഇതിന് വെബുക്ക് ഇട്ടിട്ടുണ്ട്, സോ ദാറ്റ് നമുക്ക് അലേർട്ട് കിട്ടും എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ. സെയിം ഗോസ് ഫോർ ഐ വിൽ ഷോ യു മൈ സ്ലാക്ക്. നമുക്ക് ഒരു CSP വയലേഷൻ്റെ പോലത്തെ ഒരു സ്ലാക്കിന് ഒരു എറർ മെസ്സേജ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ യു ക്യാൻ സീ ഹിയർ. ഇപ്പം ഇവിടെ സംഭവിച്ചേക്കുന്നത് കാസ്പർസ്കി നമ്മുടെ സൈറ്റിലോട്ട് അവരുടെ ഒരു സ്കാനിങ് കോഡ് ഇൻജെക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ നമ്മുടെ സ്ക്രിപ്റ്റ് സോഴ്സ് എലമെന്റ് നമ്മളിത് സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് സെയിം ഗോസ് ഫോർ I will show you something else. It's all Kaspersky. Okay. Something. So MIUI അവരുടെ MIUIയുടെ കുറച്ച് സ്ക്രിപ്റ്റ് അവർ ഇൻജെക്ട് ചെയ്ത് നോക്കുന്നുണ്ട്. സോ അതും നമ്മുടെ അലൗഡ് ഹോസ്റ്റ് അല്ലാത്തതുകൊണ്ട് അത് റിജക്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പം ആരൊക്കെയോ UC ബ്രൗസർ നമ്മുടെ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. സോ അതിനകത്തും അവരുടെ UC ബ്രൗസർ ചെയ്യുന്നതിന് വെച്ചാൽ അവരുടെ സ്ക്രിപ്റ്റ് അവർ ഇൻജെക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ ബീങ് ബ്ലോക്ക്ഡ്. അപ്പൊ ഇങ്ങനെ നമ്മൾ എക്സ്റ്റെൻസീവ്ലി നമ്മൾ റൂൾസ് ഇട്ടിട്ടുണ്ട്, സോ ദാറ്റ് നമ്മുടെ കണ്ടന്റ് സെക്യൂരിറ്റി പോളിസി ഇസ് നോട്ട് വയലേറ്റഡ്. സോ ഇവിടെ നമുക്ക് ജസ്റ്റ് അനദർ വ്യൂ. ഐ വിൽ ഷോ യു വൺ മോർ തിങ് ആൻഡ് ഐ വിൽ സ്റ്റോപ്പ് ഷെയറിങ്. സോ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ടോട്ടൽ ക്ലസ്റ്ററിന്റെ സൈസ്. സാർ ആദ്യം ചോദിച്ച സൈസ് സംഭവം ഇതാണ്. നമ്മൾ 8 core ആണ് മൊത്തം ഇട്ടേക്കുന്നത്. 33 GB ഓഫ് റാം ഉണ്ട്. അപ്പം 110 GB ഓഫ് ഡിസ്ക് ഉണ്ട്. അപ്പം ഡിസ്ക് ചെയ്യുന്നത് 80% കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായി ഡിസ്ക് ഗാർബേജ് കളക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇതെല്ലാം ഓട്ടോ സ്കെയിലബിൾ ആണ്. നമുക്ക് CPU-ന്റെ മെട്രിക് യൂസേജും കോഡിന്റെ ഇതും ട്രാഫിക് ഉണ്ട് നമുക്ക് നോക്കാൻ പറ്റും. അപ്പം എല്ലാം നമ്മൾ ഓൾറെഡി ഫുൾ മോണിറ്ററിംഗ് എനേബിൾ ചെയ്തിട്ടുണ്ട്.